ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 89ാമത്തെ ശ്ലോകമാണ്. ഇതിഹാസമിമം പുണ്യം ശാണ്ഡില്യോപി മുനീശ്വരഃ പഠതേ ചിത്രകൂടസ്ഥോ ബ്രഹ്മാനന്ദപരിപ്ലുതഃ. ഇതിഹാസമിമം പുണ്യം. ഇതിഹാസം, ഇമം, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ഇതിഹാസമിമം. ഇമം എന്ന് പറഞ്ഞാൽ ഈ ഇതിഹാസം, ഈ ഇതിഹാസത്തെ, ഈ ചരിതത്തെ, പുണ്യം, അതെങ്ങനെയുള്ളതാണ്? അത്യന്തം പുണ്യമായിരിക്കുന്ന ഈ ഇതിഹാസത്തെ ശാണ്ഡില്യോപി മുനീശ്വര, ശാണ്ഡില്യ അപിയാണ് ശാണ്ഡില്യോപി, ശാണ്ഡില്യ മഹർഷി പോലും. ഈ ശാണ്ഡില്യ മഹർഷിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ബ്രഹ്മാനന്ദത്തെ സാക്ഷാത്കരിച്ച് അതിൽ സദാ മുങ്ങിയിരിക്കുന്നവനായിട്ടുള്ള ആ ശാണ്ഡില്യ മഹർഷി പോലും, ശാണ്ഡില്യോപി മുനീശ്വര, ആ മുനീശ്വരൻ പോലും, പഠതേ ചിത്രകൂടസ്ഥോ, പഠത്തെ പഠിക്കുന്നു, പാരായണം ചെയ്യുന്നു, ചിത്രകൂടസ്ഥോ ചിത്രകൂടത്തിലിരുന്നു കൊണ്ട് ഈ ഭാഗവത കഥയെ നിത്യവും പാരായണം ചെയ്യുന്നു, പഠിക്കുന്നു. ബ്രഹ്മാനന്ദ പരിപ്ലുത, ആ സാക്ഷാൽ ബ്രഹ്മാനന്ദത്തിൽ പരിപ്ലുത എന്ന് പറഞ്ഞാൽ മുങ്ങിക്കഴിയുന്നവനായിട്ടുള്ള, അത്രമാത്രം ബ്രഹ്മാനന്ദത്തിൽ ലയിച്ചിരിക്കുന്നതായിട്ടുള്ള ശാണ്ഡില്യോപി മഹർഷി പോലും, ആ ശാണ്ഡില്യ മഹർഷിയും നിത്യവും ചിത്രകൂടത്തിൽ ഇരുന്നുകൊണ്ട് ഈ ഭാഗവത കഥയെയാണ് പഠിക്കുന്നത്, പാരായണം ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ, ആ ബ്രഹ്മാനന്ദത്തിൽ ഇരിക്കുന്ന മുനിക്ക് അതേ അവസ്ഥ തുടരുന്നതിന്, അഥവാ അതിൽ നിന്നും ഒട്ടും വീഴ്ച വരാതെ ഇരിക്കാൻ ഈ ഭാഗവത കഥയ്ക്കാവുന്നു എന്ന് സാരം. നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് ആ പരബ്രഹ്മസ്വരൂപത്തെ അനുഭവിച്ചറിയാൻ, ആ പരമാനന്ദത്തിൽ ലയിക്കാൻ, ഭാഗവത കഥയുടെ മധുരത്തിൽ അലിഞ്ഞു ചേരാൻ, ഭഗവാന്റെ കുസൃതികളിൽ ആനന്ദം കണ്ടെത്താൻ, ഭഗവാന്റെ ലീലകളിൽ രമിക്കാൻ, ആ ഗോപസ്ത്രീകളെ പോലെ സദാ ഭഗവാനെ തേടിക്കൊണ്ട് നടക്കുവാൻ, ഭഗവാന്റെ സാമീപ്യം കൊതിക്കുവാൻ, ഭഗവാനായിക്കൊണ്ട് ജീവിക്കുവാൻ ഈ ഭാഗവത കഥ നമ്മളെയൊക്കെ പ്രാപ്തരാക്കുന്നു. അങ്ങനെ നമ്മളെ പ്രാപ്തരാക്കുന്ന ഈ ഭാഗവത കഥ ശ്രവണം ഒന്നു മാത്രം മതി ഭഗവാൻ നമ്മളെ നേരിട്ട് വന്ന് കൂട്ടിക്കൊണ്ടു പോകുവാൻ. കാരണം ഭഗവാനു വേണ്ടതും ഭഗവാനു വേണ്ടി ജീവിക്കുന്ന, ഭഗവാനു വേണ്ടി കേൾക്കുന്ന, ഭഗവാനു വേണ്ടി കാണുന്ന, ഭഗവാനു വേണ്ടി സ്പർശനമറിയുന്ന, ഭഗവാനു വേണ്ടി ഗന്ധമറിയുന്ന, ഭഗവാനു വേണ്ടി രുചിയറിയുന്ന, എല്ലാം ഭഗവാനു വേണ്ടി ചെയ്യുന്ന, ഭഗവാനെ കിട്ടുവാൻ വേണ്ടി ലഭിക്കുന്ന ഭക്തജനങ്ങളെയാണ്. അത് അങ്ങനെയൊരു ഭക്ത സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുന്നതിന് ഈ ഭാഗവത കഥയ്ക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അതാണ് ഈ ശ്രീമദ് ഭാഗവതം എന്ന ഗ്രന്ഥത്തിൻ്റെ മഹത്വവും എന്ന് പറയുകയാണ്. അപ്പോൾ ആ ശാണ്ഡില്യ മഹർഷിയെപ്പോലെ ഒരു പക്ഷെ ആ തലത്തിലേക്ക് നമുക്കുമൊക്കെ എത്താനായില്ലെങ്കിലും ഭഗവാന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ നമുക്കുമൊക്കെ ഈ ഭഗവത് കഥകളിൽ രമിക്കുവാൻ കഴിയുമാറാകും. അതിന് ഭഗവാന്റെ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം നമുക്കുമൊക്കെ. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഇതിഹാസമിമം പുണ്യം ശാണ്ഡില്യോപി മുനീശ്വരഃ പഠതേ ചിത്രകൂടസ്ഥോ ബ്രഹ്മാനന്ദപരിപ്ലുതഃ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഇതിഹാസമിമം, ഇതിഹാസം, ഇമം ആണ് മായയുടെ ഇകാരം, ശ്രദ്ധിക്കുക. അതുപോലെ ശാണ്ഡില്യോപി, അവിടെ ഒകാരം നീട്ടിയെടുക്കുക, ഇടയ്ക്കൊരു വിശ്ലേഷണമുണ്ട്. പിന്നെ മുനീശ്വര, വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിച്ചു നിർത്തുക. അതുപോലെ തന്നെ ബ്രഹ്മാനന്ദ പരിപ്ലുത, അവിടെയും വിസർഗമുണ്ട്, അതും പകുതി ഹകാരത്തിൽ വായിച്ചു നിർത്തുക. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി നമുക്ക്
90-ാമത്തെ ശ്ലോകമാണ്. ഈ അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകമാണ്. നമുക്ക് നോക്കാം. ആഖ്യാനമേതത് പരമം പവിത്രം ശ്രുതം സകൃത്വൈ വിദഹേദഖൗഖം ശ്രാദ്ധേ പ്രയുക്തം പിതൃതൃപ്തിമാവഹേ നിത്യം സുപാഠാദ പുനർഭവം ച. വീണ്ടും പറയാണ്, ആഖ്യാനമേതത്, ആഖ്യാനം ഏതതാണ്, ആഖ്യാനമേതത്, ഈ ഒരു ആഖ്യാനം, ഈ ഒരു കഥ, ഏതത് യാതൊരാളാണോ അല്ലെങ്കിൽ കേൾക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ്, യാതൊരാളാണോ പരമം പവിത്രം, ഏറ്റവും പരമമായിട്ടുള്ള, ശ്രേഷ്ഠമായിട്ടുള്ളത്, പവിത്രമായിട്ടുള്ളത്, പുണ്യമായിട്ടുള്ളത്, ശുദ്ധമായിട്ടുള്ളത്. കാരണം ഈ ഭാഗവതം പ്രതിപാദിക്കുന്നത് ആ നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വരൂപത്തെക്കുറിച്ചായതുകൊണ്ട് തന്നെ ഭാഗവതത്തിൻ്റെ സ്വരൂപവും ശുദ്ധമാണ്, പവിത്രമാണ്, പരമമാണ്. അങ്ങനെയുള്ള ഈ പവിത്രമായിട്ടുള്ള, ശ്രേഷ്ഠമായിട്ടുള്ള, അത്യന്തം ശുദ്ധമായിട്ടുള്ള ഈ ആഖ്യാനത്തെ യാതൊരാളാണോ ശ്രുതം കേൾക്കുന്നത്, സകൃദ്വൈ വിദഹേദഖൗഖം. സകൃദ്വൈ എന്ന് പറഞ്ഞാൽ അവരുടെയൊക്കെ ചെയ്തികളെ മുഴുവൻ തന്നെയും വിദഹേദഖൗഖം, വിദഹേദ അഖൗഖം, ഔഖമാണ്, ഓഖമാണ് അഖൗഖം. ഓഖം എന്ന് പറഞ്ഞാൽ കൂട്ടം, അതായത് അത്രമാത്രം കൂടുതൽ, അഖം പാപം. അപ്പം അഖൗഖം എന്ന് പറഞ്ഞാൽ പാപസമൂഹത്തെ, അപ്പോൾ അവരൊക്കെ ചെയ്തു കൂട്ടിയിട്ടുള്ള പാപസമൂഹത്തെ മുഴുവൻ തന്നെയും വിദഹേത, ദഹിപ്പിക്കുന്നതാണ്, ഇല്ലാതെയാക്കുന്നതാണ്. ഈ ഒരു പരമമായിട്ടുള്ള ഭഗവാന്റെ ലീലയെ, ഭഗവാന്റെ കഥകൾ വർണ്ണിക്കുന്ന ഈ ശ്രീമദ് ഭാഗവത കഥയെ യാതൊരാളാണോ ഈ ഒരു ആഖ്യാനത്തെ, ഈ പരമമായിട്ടുള്ള ഈ ഗ്രന്ഥത്തെ പഠിക്കുന്നത്, കേൾക്കുന്നത്, പാരായണം ചെയ്യുന്നത്, അവരുടെ പാപസമൂഹങ്ങളെ മുഴുവനും തന്നെയും ഭഗവാനെ ഈ ഇതിലൂടെ നേടുന്ന ആ പുണ്യം, അത് പാപസമൂഹങ്ങളെ മുഴുവൻ വിദഹേത, ദഹിപ്പിച്ചു കളയുന്നു. കഴിഞ്ഞില്ല, ശ്രാദ്ധേ പ്രയുക്തം പിതൃതൃപ്തിമാവഹേത്, അവിടെ പിതൃതൃപ്തിമാവഹേ നിത്യം എന്നുകൊണ്ട് അവിടെ പിതൃതൃപ്തിം ആവഹേത് നിത്യം, അങ്ങനെ ഒരു 3 വാക്കുകൾ വരുന്നുണ്ട്. ശ്രാദ്ധേ പ്രയുക്തം, ശ്രാദ്ധ ദിവസം, പ്രയുക്തം അത് കീർത്തിക്കുന്നത് കൊണ്ട്, പാരായണം ചെയ്യുന്നത് കൊണ്ട്, ഭാഗവതം ശ്രാദ്ധ ദിവസങ്ങളിൽ പാരായണം ചെയ്യുന്നത് കൊണ്ട് പിതൃതൃപ്തിം ആവഹേത്, പിതൃതൃപ്തി, പിതൃക്കള് തൃപ്തന്മാരായിട്ട് ആവഹേത്, അങ്ങനെയായി തീരുന്നു, അവരൊക്കെ തൃപ്തന്മാരായി വരുന്നു. കഴിഞ്ഞില്ല, നിത്യം സുപാഠാദ പുനർഭവം ച, നിത്യം എന്നും, സുപാഠാദ പുനർഭവം, സുപാഠാത് അപുനർഭവം, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് സുപാഠാദ പുനർഭവം. സുപാഠാത് പഠിക്കുന്നത് കൊണ്ട്, അത് വേണ്ട വിധത്തിൽ നമ്മൾ ഈ ഒരു ജന്മം അല്ലെങ്കിൽ ഇത്രയും ജന്മജന്മാന്തരങ്ങളായി ചെയ്തു വന്നിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ സഞ്ചിയിലുള്ളതായിട്ടുള്ള, നമ്മുടെ സമ്പാദ്യങ്ങളുടെ കൂട്ടത്തിലുള്ളതായിട്ടുള്ള എല്ലാ പാപകർമ്മങ്ങളെയും ദഹിപ്പിച്ചു കളയുവാൻ ഉതകുന്നതാണ് ഈ ഭാഗവത കഥാശ്രവണം. അങ്ങനെയുള്ള ഇതിനെ, ഈ ഭഗവത കഥയെ ശ്രാദ്ധനാളിൽ ഇത് പാരായണം ചെയ്യുകയും കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് നമുക്ക് പുണ്യത്തെ വർദ്ധിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, നമ്മളിത് ചെയ്യുന്ന ശ്രാദ്ധ ദിവസമായതുകൊണ്ട് തന്നെ അത് പിതൃക്കൾക്കും തൃപ്തരായി ഭവിക്കുന്നതിനും ഇടയാക്കുന്നു. കഴിഞ്ഞില്ല, നിത്യം സുപാഠാത്, എന്നും വേണ്ട വിധത്തിൽ പഠിക്കുന്നത് കൊണ്ടും പാരായണം ചെയ്യുന്നത് കൊണ്ടും
അപുനർഭവം ച, വീണ്ടും ഒരു പുനർഭവം എന്ന് പറഞ്ഞാൽ വീണ്ടും ജനിക്കുക. അപുനർഭവം വീണ്ടും ജനിക്കാതിരിക്കുക. അതായത് ഈ ജനന മരണ ചക്രത്തിൽ നിന്നും എന്നേക്കുമായിട്ടൊരു മുക്തി, ഒരു മോക്ഷം ലഭിക്കുന്നതാണ്. വീണ്ടും വന്ന് ജനിക്കേണ്ടി വരുന്നില്ല ഇവിടെ. അപ്പോൾ ഇത് നിത്യവും ഈ ഭാഗവതത്തെ പഠിക്കുന്നത് കൊണ്ട്, കേൾക്കുന്നത് കൊണ്ട്, വേണ്ട വിധത്തിൽ അതിനെ അറിയാൻ ശ്രമിക്കുന്നത് കൊണ്ട് നമുക്ക് ഈ സംസാര സാഗരത്തിൽ നിന്ന് തന്നെ മുക്തി നേടുവാൻ കഴിയുന്നു. ആ ഭഗവത് പാദങ്ങളിൽ, ഈ കഥാശ്രവണങ്ങളിലൂടെ അഭയം പ്രാപിക്കുന്നത് കൊണ്ട് തന്നെ ഭഗവാൻ നമ്മളെ ഭഗവാനിലേക്ക് എത്തിക്കും, ഭഗവാന്റെ ലോകത്തിലേക്ക് എത്തിക്കുമെന്ന് ഈ ഗ്രന്ഥത്തിലൂടെ, ഈ ഒരു അധ്യായത്തിലൂടെ വ്യാസഭഗവാൻ നമുക്ക് ഉറപ്പ് നൽകുകയാണ്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ആഖ്യാനമേതത് പരമം പവിത്രം ശ്രുതം സകൃദ്വൈവിധഹേദഖൗഖം ശ്രാദ്ധേ പ്രയുക്തം പിതൃതൃപ്തിമാവഹേ നിത്യം സുപാഠാദ പുനർഭവം ച. ഇവിടെ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ആഖ്യാനമേതത്, ആഖ്യാനം ഏതതാണ്, ആഖ്യാനമേതത്, അവിടെ മായുടെ അപ്പോൾ എകാരം നീട്ടിയെടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ വിദഹേദഖൗഖം, വിദഹേദ അഖൗഖമാണ്. അഖം എന്ന് പറഞ്ഞാൽ പാപമാണ്, ഓഖം കൂട്ടം. അപ്പോൾ വിദഹേദഖൗഖം, ദായിക്ക് അകാരം കൊടുത്ത് വായിക്കുക. പിന്നെ പിതൃതൃപ്തിം ആവഹേത, പിതൃതൃപ്തിം ആവഹേതാണ്, അതുകൊണ്ട് മായുടെ അകാരം നീട്ടിയെടുക്കുക. അവിടെയും നമുക്ക് ചില ഗ്രന്ഥങ്ങളിൽ പിതൃതൃപ്തിമാവഹേത എന്ന് കൊടുത്തിട്ടുണ്ടാവാം, എന്നിട്ട് താഴത്തെ വരിയിലാവാം നിത്യം എന്ന് വരുന്നത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ, അതല്ല ചേർത്താണ് നിങ്ങളുടെ ബുക്കിൽ കൊടുത്തിരിക്കുന്നതെങ്കിൽ പിതൃതൃപ്തിമാവഹേ നിത്യം, അവിടെ നാപ്പം കൂട്ടക്ഷരമായിരിക്കും, അത് ശ്രദ്ധിക്കുക. പിന്നെ അടുത്തത് സുപാഠാദ പുനർഭവം, അവിടെ സുപാഠാത് അപുനർഭവമാണ്, അതുകൊണ്ട് സുപാഠാത് അപുനർഭവം, ദായുടെ അകാരം, അപുനർഭവം എന്നുള്ളത് ശ്രദ്ധിച്ച് വായിക്കുക. പിന്നെ ഇത്തരം കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകത്തിൽ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. അങ്ങനെ ഭഗവാന്റെ കൃപ കൊണ്ട് നമ്മൾ 5-ാമത്തെ അധ്യായവും പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇനിയും ഒരധ്യായം കൂടിയുണ്ട് ഭാഗവത മാഹാത്മ്യത്തിൽ, 6-ാമത്തെ അധ്യായം. അത് കഴിഞ്ഞിട്ട് ഭാഗവതം പ്രഥമ സ്കന്ധം മുതൽ ഭഗവാൻ അനുഗ്രഹിച്ചാൽ നമുക്കിതുപോലെ ഒന്ന് അർത്ഥവിചാരം ചെയ്ത് നോക്കാമെന്ന് കരുതുന്നു. ഭഗവാന്റെ നിശ്ചയം എന്താണെന്നറിയില്ല. ഏതായാലും ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ഇതുവരെ പറയിപ്പിച്ചതൊക്കെയും അവിടുത്തെ ലീലയാണെന്ന് കണ്ടുകൊണ്ട് ഭഗവാനെ അവിടുത്തെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുകയാണ്. അവിടുന്ന് സ്വീകരിക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു അധ്യായം മുഴുവനും തന്നെ സമ്പൂർണ്ണ പാരായണം ചെയ്ത് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുവാനുള്ള സമയമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ ചെയ്യാമെന്ന് കരുതുന്നു. ഇതി ശ്രീ പത്മപുരാണേ ഉത്തരാഖണ്ഡേ ശ്രീമദ്ഭാഗവതമാഹാത്മ്യേ ഗോകർണമോക്ഷവർണ്ണനം നാമ പഞ്ചമോധ്യായഃ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അഥ ഷഷ്ഠോധ്യായഃ കുമാരൗജുഃ. അഥ തേ സംപ്രവക്ഷ്യാമः സപ്തഃ ശ്രവണേ വിധിം സഹായേർവസുഭിശ്ചൈവ പ്രായഃ സാധ്യോ വിധി സ്മൃതഃ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ.